സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. തൃപ്പൂണിത്തുറ സ്വദേശിയായ ഡോക്ടർക്ക് 4 കോടി രൂപ നഷ്ടമായി. 21 തവണയായിട്ടാണ് പണം കൈമാറ്റം ചെയ്തത്. ബജാജ് ആപ്പിലൂടെ ഷെയർ മാർക്കറ്റ് ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഈ തട്ടിപ്പ്. 4 കോടി രൂപ വാങ്ങിയ ശേഷം പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ആപ്പ് നീക്കം ചെയ്യുകയും ചെയ്തു. ശ്യാംകുമാർ കൊച്ചിയിൽ നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ. ശ്യാം, പല തവണയായി ഇത്തരം വാർത്തകൾ വരുന്നു. അപ്പോഴും ഈ കെണിയിൽപ്പെടുന്നത് അഭ്യസ്ത വിദ്യരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഇപ്പോൾ ഡോക്ടർക്കാണ് 4 കോടി രൂപ നഷ്ടപ്പെട്ടത്. ഇവ എന്താണ്, ഏത് രീതിയിലാണ് ഈ തട്ടിപ്പ് നടത്തിയത്? പ്രജിൻ, ഈ തട്ടിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തട്ടിപ്പിനിരയായ ആൾക്ക് പലതവണ ഇത് തട്ടിപ്പാണെന്ന് തോന്നുകയും ഇവരോട് തന്നെ ഇത് ചോദിക്കുകയും ചെയ്തു എന്ന കാര്യമാണ്. അതിനുശേഷം അവർ ഈ ഡോക്ടറെ വിശ്വസിപ്പിച്ച ശേഷമാണ് ഈ പണം വീണ്ടും വാങ്ങിയെടുത്തത്. ഡിസംബർ 4-ന് ഏറ്റവും അവസാനം 5 ലക്ഷം രൂപയാണ് തട്ടിപ്പുകാർ നൽകിയ ആ പ്ലേ സ്റ്റോറിലെ ആപ്പിലൂടെ ഇവർ കൈമാറ്റം ചെയ്തത്. 4 കോടി 5 ലക്ഷം രൂപ കൈമാറ്റം ചെയ്തു, അതും 21 തവണയായി എന്ന് പറയുമ്പോൾ എത്ര വേഗമാണ് ഒരു ഡോക്ടറെ ഈ തട്ടിപ്പുകാർ സ്വാധീനിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും പരാതി ലഭിച്ചപ്പോൾ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ പണം വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഒരു വ്യാജ അക്കൗണ്ടിൻ്റെ, വ്യാജ ആപ്പിൻ്റെ ലിങ്ക് വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്ത് പലതവണ സംസാരിച്ച് ഡോക്ടറെ സ്വാധീനിച്ചാണ് ഈ തൃപ്പൂണിത്തുറക്കാരനായ ഡോക്ടറെ തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത്. ഏതായാലും കരുതിയിരിക്കുക എന്നുള്ളതാണ്. നിലവിലുള്ള അക്കൗണ്ടുകളുടെ, പ്ലേ സ്റ്റോറിലുള്ള ആപ്പുകളുടെയൊക്കെ വ്യാജ ആപ്പുകൾ നിർമ്മിച്ച തട്ടിപ്പിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രജിൻ, ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.